ഉത്രാളിക്കാവിന്റെ മാതൃസ്ഥാനം. പരാശക്തിയായ ദേവി ഈ അരയാലിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് ഭരതൻ എന്ന കലാകാരന്റെ പ്രഭാവം. ആ ദേവതാ സങ്കല്പത്തിന് അദ്ദേഹം നൽകിയ ചായക്കൂട്ടാണ് ഈ ചിത്രം. ഭരതന്റെ ഓരോ ചിത്രവും ഒരാഘോഷമായി മന്ദതാളത്തിൽ പതിഞ്ഞാടുകയും ചടുലവേഗത്തിൽ ഉറഞ്ഞാടുകയും ചെയ്ത ആഘോഷം. അമ്പലത്തിലും കുളത്തിലും വന്ന് കൂപ്പ് ചാടുക, നീന്തൊക്കെ പതിവിട്ട്. പിന്നെ കരിക്കട്ട എടുത്ത് വരയ്ക്കും ചുമരുമ്പിലൊക്കെ. അമ്പല ചുമരുമ്പിലും പച്ചല കീറിയിട്ട് കാണിക്കും ഓരോരോ പടങ്ങളൊക്കെ. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം. വാൽക്കണ്ണാടി നോക്കി നിലാവ് ചൂടി ദൂരെ ദൂരെ ഞാനും. ഒരു സീനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് താഴ്വാരത്തെ പറ്റിയിട്ടുള്ള ഞാൻ പറഞ്ഞൊരു നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന ഒരു വൈൽഡ് വെസ്റ്റ് രീതിയിലുള്ള ഉള്ളൊരു സംഗതി ആലോചിക്കാം. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ചെറിയ അല്പം വാചകങ്ങളിലൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഒരു വൈകുന്നേരം, അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ അങ്ങാടി എന്നൊക്കെ പറഞ്ഞ ഒരു തരം മഞ്ഞ വെളിച്ചം ഉണ്ടാവുമല്ലേ, ചെറിയ വിളക്കുകളൊക്കെ കത്തിച്ച് ആകെപ്പാടൊരു മഞ്ഞയായിരിക്കും അതിൻ്റെ ടോണ് അല്ലേ. ഞാൻ പറഞ്ഞു മഞ്ഞ വെളിച്ചം തന്നെ ആയിരിക്കും ഈ സന്ധ്യയ്ക്ക് പഴയ അങ്ങാടിയിലൂടെയൊക്കെ പോകും. അപ്പോൾ ഈ കളറിൻ്റെ ടോണിനെ സംബന്ധിച്ച്, അതേപോലെ പ്രകൃതിയുടെ ഭാവങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായ ചില ധാരണകൾ ഭരതനുണ്ടാവും. പ്രയാണം മുതൽ ചുരം വരെയുള്ള ചിത്രങ്ങൾ ഇതിവൃത്തത്തിലും ഇതൾ വിടർത്തലിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. പൂർണ്ണത തേടിയുള്ള ഈ പ്രയാണം നമുക്ക് നേടിത്തന്നത് ഒരിക്കലും പുതുമ പറ്റാത്ത ഒത്തിരി കലാസൃഷ്ടികളാണ്. ഇതിഹാസഭാസുരമായ വൈശാലി, ഒരു അപൂർവ ശില്പിയുടെ ആത്മനൊമ്പരം പകർത്തിയ ഓർമ്മയ്ക്കായി, സ്നേഹവിദ്വേഷങ്ങളുടെ തീയും പുകയും നിറഞ്ഞ താഴ്വാരം, താളം തെറ്റിയ വിശ്വാസലഹരിയുടെ കഥ പറഞ്ഞ മർമ്മരം, അനാഥ ജീവിതങ്ങളുടെ അലാഹം നിറഞ്ഞ ആരവം, തകര, ഇവയെല്ലാം ചേർന്ന് മലയാള സിനിമയ്ക്ക് കൊഴിഞ്ഞു തീരാത്ത ഒരു പൂക്കാലമൊരുക്കുകയായിരുന്നു. ഇതിൻ്റെ പിന്നിലൂടെ ഒഴുകാവുന്ന സംഗീതത്തിനെ പറ്റി നേരത്തെ ഭരതനൊരു ധാരണയുണ്ടായിരിക്കും. ഇപ്പോൾ സംഗീതം അവിടെ നിന്ന് സംഗീതം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ പാട്ട് ആരംഭിക്കുന്നു. പാട്ട് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ സിനിമയിൽ ഇന്ന് വളരെയധികം അരോചക. പക്ഷേ ഭരതനെ സംബന്ധിച്ചിടത്തോളം ഭരതൻ ഈ ഒരു 50 പേര് 60 പേര് മിനിറ്റിന് അല്ലെങ്കിൽ സെക്കൻഡിന് വേഷം മാറ്റി കൊണ്ടുവന്നിട്ട് അഭ്യാസങ്ങൾ കാണിച്ചിട്ട് ഈ പാട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയൊന്നും ആയിരുന്നില്ല. പാട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട്, സിനിമയുടെ ഒരു ഘടകമായിട്ട്, ഒരു വൈകാരിക ഭാവമായിട്ട് ചിത്രീകരിക്കാൻ ഭരതൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഈ കലാസൗന്ദര്യമുള്ള സിനിമകളും ഈ ബഹുജന പ്രീതി ആർജിക്കാവുന്ന തലത്തിലേക്ക് ഉയരാം, അല്ലെങ്കിൽ ഇത് രണ്ടും വളരെ അകന്നു നിൽക്കുന്നില്ല. ബഹുജനപ്രീതിക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും
നൽകുമ്പോൾ തന്നെ കലാഭംഗിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഭരതൻ തെളിയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് വൈശാലി. ഭരതൻ്റെ തറവാടും അതുപോലെ വളപ്പും എല്ലാം നിൽക്കുന്ന സ്ഥലത്ത് ഭരതൻ ഈ ഫിലിം ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് മദ്രാസിൽ നിന്ന് താമസം മാറ്റിയിട്ട് ഇവിടെ വന്ന് താമസിക്കണം, ഇവിടെ ആവണം തൻ്റെ ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഭരതൻ പലപ്പോഴും എന്നോട് പറയാറുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടി ആ വളപ്പും ഒരു താമരക്കുളം, ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ ഒരമ്പലം ഒക്കെ ഭരതൻ പണിയുണ്ടായി. എന്നാൽ ദൈവകത്യ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഈ തമ്പുരാൻ്റെ മന നിലവന്നിട്ടുള്ള അതേ ഭൂവിഭാഗമാണ്. അവിടെയാണ് ഭരതൻ തൻ്റെ സ്റ്റുഡിയോ, ഭാവിയിലത്തെ സ്റ്റുഡിയോ സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ പ്രവർത്തനം തുടങ്ങി വെച്ചത്. അകമലക്കുന്നിൻ്റെ താഴ്വരയിലെ ഈ ഗ്രാമമാണ്, ഇവിടുത്തെ ഒച്ചയും ചലനവുമാണ് ആ കലാകാരനെ തൊട്ടുണർത്തിയത്. ആ സ്പന്ദനങ്ങളുടെ ചൂടും ചൂരും തന്നെയാണ് ഭരതൻ സിനിമയുടെ ശക്തിയും സൗന്ദര്യവും. ഒന്ന് കടന്നു പോകുന്ന നിങ്ങളാ. അഞ്ചാറ് വർഷം മുമ്പ് ഒരു തവണ ഭരതൻ നാട്ടിൽ വന്നപ്പോൾ ഒരു പൂജയുണ്ട് എന്ന അറിവ് തന്നു. പിറ്റന്നാൾ ഞാനും കൂടെ ആരാ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഓർമ്മയില്ല. പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദ വിതരണം, അതിന് കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഭരതങ്ങനെ ചുറ്റും നോക്കി, ആരൊക്കെ പാടാൻ പറ്റുക, എന്തെങ്കിലും പാട്ട് പാടാൻ, ഭക്തിഗാനങ്ങൾ പാടിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പാട്ടൊന്നും ഇല്ലെങ്കിലും പഴമയെ വളരെയധികം ആദരിക്കുന്ന ഒരാൾ ഭരതൻ എന്നറിയാം. അപ്പം എന്തെങ്കിലും പാട്ട്, സിനിമ പാട്ടൊന്നും വേണ്ട, കൈകൊട്ടിക്കളിപ്പാട്ട്, തിരുവാതിരക്കളി എന്നുള്ള 1-2 പാട്ട് ഗണപതിയെ പറ്റിയിട്ടും സരസ്വതിയെ പറ്റിയിട്ടും ഞാൻ പാടി. അവിടെ ഭരതനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഭരതൻ വളരെയധികം അതിൽ പ്രശംസിച്ചു, നന്നായി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രേരണ. പിന്നെയും പാടണമെന്ന് തോന്നിച്ചു, പക്ഷേ പിന്നെ പാടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരതൻ 1-2 പാട്ട് പാടി. ചെറിയ ചെറിയ ചലനങ്ങൾ, ചെറിയ ഒരു പ്രമേയമെടുത്ത് അതിൻ്റെ വിശദാംശങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭരതനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ സിദ്ധിയായിരുന്നു. പലർക്കും അത് സാധിക്കും. പലർക്കും ഒരുപാട് തിക്ക് മെറ്റീരിയൽ വേണം. അനേകം ഒരു സംഭവം കഴിഞ്ഞാൽ വേറൊരു സംഭവം, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായാലേ പലർക്കും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. ഭരതനെ സംബന്ധിച്ച് അതായിരുന്നില്ല. വളരെ ചെറിയ ഒരു കഥാതന്തു ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് എടുത്തിട്ട് നമുക്ക് വളരെ രസിക്കാവുന്ന നിലയിൽ, ആസ്വദിക്കാവുന്ന രീതിയിൽ, നമുക്ക് നമ്മളിലൊരു തരം അത്ഭുതം വളർത്താവുന്ന നിലയിൽ അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. എവിടെയോ നടന്ന ഒരു കുട്ടി ഒരു കിണറ്റിൽ വീണു, അവിടുന്ന് രക്ഷപ്പെട്ടു, ഗുഹയിൽ വീണു, രക്ഷപ്പെടുത്തിയ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് ഭരതൻ മാളൂട്ടി എന്ന് പറഞ്ഞ പടം ചെയ്തത്. നമ്മളിവിടെ ഒന്നും അത് വളരെയധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പടം കണ്ടപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു വർക്കായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും ചെറിയൊരു സംഭവം. അഭിനയത്തിൻ്റെ ഉദാത്ത മുഹൂർത്തങ്ങൾ ഭരതൻ സിനിമയുടെ മുഖമുദ്രയാണ്. ഇതിന് പിന്നിൽ അഭിനേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ ഉള്ളഴിഞ്ഞ സംവേദനമാണ്.
നവാഗതർ പോലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന്റെ പൊരുളും മറ്റൊന്നല്ല. അത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇത്തിരി കൂടെ ലൈറ്റ് ആവും. നന്നായി. ആ ഇവിടെ തിന്നും, ഇവിടെ കഴിക്കും. അത് കാര്യമുണ്ട്, കാര്യമുണ്ട്. ആ ഇത് കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ കുട്ടിയത് എടുക്കാൻ കാലത്ത് പോരുന്നില്ല. അതിൻ്റെ നമുക്ക് യൂറോപ്പിലൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് ഇപ്പം വിഷ്വൽ ഏരിയയിൽ ഇപ്പം നമ്മൾ പണ്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ഫ്രെഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫി, ഡേവിഡ് ലീൻ്റെ ഡയറക്ഷനും ഒരു പക്ഷേ അത് ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ ഭരതൻ്റെ കാണുന്ന കാഴ്ച സ്റ്റോറി ടെല്ലിങ്ങിനേക്കാൾ അധികം അതൊരു എന്താ പറയുക പല ലെയേഴ്സായിട്ട് നിൽക്കാവുന്ന ഈ വ്യത്യസ്ത അനുഭവങ്ങൾ വിഷ്വൽ ഫോമിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ അടുക്കി വെച്ച മട്ടിലായിരുന്നു. ഒരു വയലിൽ നിറമുള്ള പൂക്കൾ ഡിസൈഡ് ചെയ്യുക, അതല്ലെങ്കിൽ അതായത് ഒരു സെർട്ടൻ എലിമെൻ്റ് ഓഫ് ഒരു ഫാൻറ്റസി കളേഴ്സിൽ കൂടി കാണാനുള്ള ഒരു കഴിവ്. ഇപ്പൊ അവരിയ്ക്കുന്നത് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ആന ആദ്യം കുഞ്ഞിനെ എടുത്തിട്ട് അയ്യോ വേണ്ട എന്നൊക്കെ പറയുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ ഫസ്റ്റ്, അതൊന്ന്. പിന്നെ കൊടുത്തതിന് ശേഷം അതോ മൂവ് ചെയ്യാൻ കാലത്തുള്ള അതുണ്ടല്ലോ, ഇവിടെ സജഷൻ ഉണ്ടാവുമല്ലേ. തുടക്കം മുതൽ സിനിമാ നിർമ്മാണത്തിന്റെ ഓരോ ഏണിലും കോണിലും സൂക്ഷ്മതയോടെ ഭരതൻ വ്യാപരിച്ചു. തൻ്റെ കഥാപാത്രങ്ങളുടെ ധർമ്മസങ്കടങ്ങളിലും ധന്യവികാരങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. അതുകൊണ്ട് തന്നെയാണ് സംവിധാനമെന്ന കലാവിദ്യയിൽ ഒരു പെരുന്തച്ഛനാകാൻ ഭരതന് കഴിഞ്ഞത്.
തന്നെ താനാക്കിയ എങ്കക്കാട്ട് ദേശത്തെ ഉത്രാളിക്കാവിലെ പൂരം സ്മരണികയുടെ പുറംചട്ട. ഭരതന്റെ കയ്യൊപ്പ് പതിഞ്ഞ അവസാന ചിത്രമാണിത്. പ്രകൃതിയിലേക്കുള്ള തന്റെ തിരിച്ചുപോക്കാണ് ചുരം എന്ന് ഭരതൻ പറയുകയുണ്ടായി. കർമ്മധന്യമായ ആ ജന്മം പ്രകൃതിയിൽ ലയിച്ചു. മലയാള സിനിമയുടെ ചേലും ചൈതന്യവുമായിരുന്ന ആ മഹാപ്രതിഭ ഇവിടെ കെട്ടടങ്ങുന്നു. പക്ഷേ അദ്ദേഹം ചാലിച്ചൊരുക്കിയ മനുഷ്യബന്ധങ്ങളുടെ ചാരുതയും തീരാവിധയും എക്കാലവും നമ്മുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കും.